ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആൾ എന്നത് തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം അനിഴം നക്ഷത്ര ജാതകർക്ക് 2024 പുതുവർഷത്തിൽ ജീവിതത്തിൽ വന്നു ചേരാവുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങൾ എങ്ങനെയുള്ളതാണ് എന്നതാണ് വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ വർഷം സന്താനങ്ങളുടെ കാര്യങ്ങൾക്കായി അധികം പണം ചിലവഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും. നടത്തിയെടുക്കുവാൻ സാധിക്കില്ല എന്നു കരുതി മാറ്റിവെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 2024 ജാതകർക്ക് ആരോഗ്യത്തിൽ കുറവുകൾ ഉണ്ടാകുവാനും ദേഹസുഖം കുറയുവാനും സാധ്യതയുണ്ടാകും. നിലവിൽ താമസിക്കുന്ന ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ഗൃഹം പുതുക്കി പണിയുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പുതിയ തൊഴിലവസരങ്ങൾ ജാതകരുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. മികച്ച തൊഴിൽ മേഖലകളിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതുമാണ്. ബന്ധുജനങ്ങളുമായിട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ വിരോധങ്ങൾ എന്നിവയിൽ സമാധാനം കണ്ടെത്തി കാര്യങ്ങൾ രമ്യതയിൽ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കും. കൂടാതെ കുടുംബസമേതം യാത്രകൾ ചെയ്യുവാനും സാധിക്കുന്നതാണ്. കുടുംബസമേതമുള്ള യാത്രകൾ കൂടാതെ തൊഴിലിൻ്റെ ആവശ്യമായി തൊഴിൽപരമായും യാത്രകൾ അനിവാര്യമായി വരുന്നൊരു സാഹചര്യമായിരിക്കും ഈ വർഷം. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. സ്ഥിരമായി വന്നുവിട്ടിട്ടുള്ള രോഗങ്ങൾക്ക് ശമനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ബന്ധുജനങ്ങളുടെ സഹായങ്ങൾ കൂടുതലായി ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. ഈ വർഷത്തിൻ്റെ ചില മാസങ്ങളിൽ ശിരോരോഗങ്ങളോ ജലജന്യ രോഗങ്ങളോ വന്ന് പിടിപെടാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ആ കാര്യങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ മേഖലയിൽ നല്ല വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിക്കയറ്റമോ സ്ഥലം മാറ്റമോ വരാനും സാഹചര്യം അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു സമയമാണ്. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുണ്ടാകുന്ന ചിന്തകൾ കുടുംബസമാധാനത്തിന് അല്ലെങ്കിൽ കുടുംബസമാധാനം കുറയ്ക്കുന്നതിന് കാരണമായേക്കും എന്നും കൂടി മനസ്സിലാക്കുക. പ്രവൃത്തി മേഖലകളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. ആഹാരകാര്യങ്ങളിൽ അല്പം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്ന് പറയുമ്പോൾ ഉദര സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യത കൂടി ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം ക്രമീകരിക്കുന്നത് കൊണ്ട് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാതെ നോക്കാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ബന്ധുജനങ്ങളെ കാണുവാൻ അല്ലെങ്കിൽ ബന്ധുജന സംഗമം ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ വാഹന സംബന്ധമായ യാത്രകളിൽ ചെറിയ രീതിയിൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ്. വാഹനപരമായിട്ട് ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ സർക്കാരിലേക്ക് പിഴ അടയ്ക്കേണ്ടതായ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കൂടാതെ അടുത്ത ബന്ധുക്കൾക്ക് രോഗാവസ്ഥ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ബിസിനസ് പരമായി പുരോഗതിയും വിജയവും പ്രതീക്ഷിക്കാവുന്നതാണ്.
സന്തോഷമുള്ള വാർത്തകൾ കേൾക്കും എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർക്കുക. നല്ല കാര്യങ്ങൾ കേൾക്കും, സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കും എന്നുള്ളതാണ്. വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. കുടുംബാന്തരീക്ഷം സന്തോഷകരമായി മുന്നോട്ട് പോകും. എന്നിരുന്നാലും കുടുംബത്തിലെ കൊച്ചുകുട്ടികൾക്ക്, പ്രായം കുറഞ്ഞ ആൾക്കാർക്ക്, കൊച്ചുകുട്ടികൾക്ക് ചില സമയങ്ങളിലുണ്ടാകുന്ന രോഗാവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുത്തിയേക്കാം. പ്രണയജീവിതം നയിക്കുന്നവർക്ക് നല്ല സമയമാണ്. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒരു കാര്യവും ചെയ്യാനായി ഇറങ്ങരുത്. താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകരുത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ വഴി അഭിവൃദ്ധി ഉണ്ടാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സാമ്പത്തികമായി മെച്ചങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അനിഴം നക്ഷത്ര ജാതകർ ഈ സമയത്ത് ശ്രീകൃഷ്ണ സ്വാമി പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ബുധനാഴ്ച ദിവസം ദർശനം നടത്തുകയും അവിടെ യഥാവിധി വഴിപാടുകൾ, അർച്ചന എന്നിവയൊക്കെ നടത്തി പോകുന്നതായിരിക്കും കൂടുതൽ ഉചിതമായി ഫലങ്ങളുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ വരുത്തുന്നത്. അതുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് പ്രാർത്ഥന ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാവരുടെയും കമൻറ്റുകൾക്ക് സമയം കിട്ടുന്ന പോലെ മറുപടി തരുന്നതായിരിക്കും. കുറച്ച് താമസിച്ചു പോയാലും മറുപടി വരുമെന്നുള്ളത് പ്രതീക്ഷിക്കുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സകല ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.